നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, എനിക്ക് ഉടനെ ഒരു കല്യാണം വേണ്ടാന്ന്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൊണ്ടാ. ഇപ്പൊ ഞാൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഇന്ദു ചേച്ചിയുടെ കല്യാണം കൂടി മുടങ്ങിയില്ലേ? ഇല്ല മോളെ, വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാ സുശീല. അവരുടെ വാക്ക് കേട്ടിട്ട് എന്റെ മോള് വിഷമിക്കരുത്. എങ്ങനെ വിഷമിക്കാതിരിക്കുക അച്ഛാ? ഇപ്പൊ ഇത്രയും കേട്ടുള്ളൂ. എന്റെ കല്യാണം അച്ഛൻ നടത്തിയ ജീവിതകാലം മുഴുവൻ എനിക്കെതിരെ അപവാദം പറഞ്ഞെടുക്കാൻ ആളുകളുണ്ടാവും. അതോടെ ഗോകുലേട്ടനും വീട്ടുകാരും പോലും എന്നെ വെറുക്കാൻ തുടങ്ങും. എന്തിനാച്ച എന്നെ പോലെ ഒരു പെണ്ണിന് അങ്ങനെ ഒരു ജീവിതം? എനിക്കിഷ്ടമല്ലെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് ഗോകുലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാച്ച എല്ലാരും ഞങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അച്ഛനെപ്പോഴും നീ പഠിച്ച് വലിയ ഉയരങ്ങളിൽ എത്തണമെന്നല്ലേ മോളെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനിടയില് അരുതാത്ത ചില അനുഭവങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടല്ലേ മറിച്ചൊരു ആലോചന ഉണ്ടായത്? അതെ മോളെ, ഗോകുലിന് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് അറിയാവുന്നോണ്ട് കൂടിയാ എല്ലാവരും നിങ്ങളെ ഒരുമിപ്പിക്കാൻ ആഗ്രഹിച്ചത്. മാത്രമല്ല, നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരില് ഗോകുലിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നിട്ട് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവന്റെ നല്ല മനസ്സുകൊണ്ടല്ലേ മഞ്ചാടി? അപ്പൊ പിന്നെ നിന്റെ പേരിൽ ആരെന്ത് അപവാദം ഉണ്ടാക്കിയാലും അവൻ അതിന് കാതു കൊടുക്കാതെ നിന്നെ സംരക്ഷിക്കുമെന്നല്ലേ കരുതേണ്ടത്? അതിന് എനിക്ക് വേണ്ടി എന്തിനാ ചേച്ചി മറ്റൊരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നേ? എന്റെ പ്രശ്നങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തീർത്താ പോരെ? മഞ്ചാടി, ഇപ്പോഴത്തെ ആവശ്യത്തിന് നീ ഇതൊക്കെ പറയും. ഒറ്റയ്ക്ക് ഒരു പെണ്ണിനും ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ നിനക്കത് മനസ്സിലാവാത്തതേ അച്ഛനും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാ. അതെ, അത് തന്നെ എന്റെ ധൈര്യം. ഞാൻ പഠിച്ച് സ്വന്തമായിട്ട് ജോലി സമ്പാദിക്കുന്നവരെങ്കിലും നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ അച്ഛാ? ഇതെന്തൊരു ചോദ്യം മോളെ. നീ സ്വന്തം കാലിൽ നിന്നാലും നിനക്ക് ചുറ്റും ഞങ്ങളെല്ലാരും ഉണ്ടാവും. പിന്നെ ഇല്ലാതാവുന്നെങ്കിൽ ഈ അച്ഛൻ മാത്രം ഇല്ലാതാവും. കാലം കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, എന്റെ മോള് വിഷമിക്കണ്ട. നീ കാരണം ഇന്ദുവിന്റെ കല്യാണം മുടങ്ങില്ല മോളെ. അനന്തമാഷിന്റെ മോൾക്ക് അങ്ങനൊരു പേരുദോഷം ഉണ്ടാവില്ല. നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാത്രമേ അച്ഛൻ നിന്നെ കൈപിടിച്ച് കൊടുക്കുകയുള്ളൂ. അത് പോരെ നിനക്ക്? പക്ഷെ മഞ്ചാടി അച്ഛൻ സമാധാനിപ്പിച്ചോളും. വാ, നമുക്ക് ദയയുടെ അടുത്തേക്ക് പോവാം. വാ, ഇനി അവളാരും ശ്രദ്ധിച്ചില്ലെന്നുള്ള പരാതി വേണ്ട. അല്ലനോ, ഞാൻ അങ്ങനെയല്ല പറയാ. വാ, അത് അച്ഛൻ തീരുമാനിച്ചോളും. വാ. അച്ഛനുണ്ട് മോളെ. എന്റെ മോള് പഠിച്ച് മിടുക്കിയാവണം കേട്ടോ.